കൺട്രോൾ P21 ആൻസർ. മൊബൈൽ പെട്രോളിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരങ്ങോട്ട് പോയിട്ടുണ്ട്. മെസ്സേജ് ക്ലിയർ അല്ലേ? സാറകത്തില്ലേ? ഓവർ. സാറേ, ആ ഗോവയിൽ വെച്ച് മരണപ്പെട്ട വിപിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നീതി എന്തായാലും കിട്ടിയിരിക്കും. ഞങ്ങൾ ഗോവ പോലീസുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ബിബിൻ്റെ കൂട്ടുകാരുടെ മൊഴിയെടുക്കുന്നുണ്ട്. നമുക്ക് അന്വേഷിക്കാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം. ഡാനി, ഞാൻ നിന്നോട് എന്നെ വിളിച്ച് ശല്യം ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഇറിറ്റേറ്റിംഗ് സ്റ്റുപ്പിഡ് ഫെല്ലോ. അന്വേഷിക്കുന്നുണ്ട് സാർ. സാർ, ക്രൈം സ്പോട്ട് കണ്ടിട്ട് ഒരു സെക്ഷൽ അസാൾട്ടോ മോഷണ ശ്രമമോ ഒന്നും നടന്നിട്ടില്ല. സയന്റിഫിക് എക്സ്പേർട്സും പിന്നെ ഫോറൻസിക് ടീമൊക്കെ എത്തിയിട്ടില്ലേ സാർ? എനി അതർ വിക്ടിംസ് ഡീറ്റെയിൽസ്? കുട്ടിയുടെ വിവാഹം അടുത്തയാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഓക്കെ, കാര്യങ്ങൾ അപ്പോൾ എന്നെ അപ്ഡേറ്റ് ചെയ്തിരിക്കും. സാർ, then go ahead. ഡെഫിനറ്റ്ലി സാർ. Be on your toes and succeed. സാർ. സാർ, അവർക്കൊന്ന് ലാസ്റ്റ് കോൾ ഒരു ഡാനിയലിൻ്റെതാണ്.
ഡാനിയൽ. സർ, ഞാനും ആൻസിയായിട്ട് അടുപ്പത്തിലായിരുന്നു സർ. ഞങ്ങളുടെ കോളേജ് വാട്സപ്പ് ഗ്രൂപ്പിൽ അവളുടെ വെഡിങ് ഇൻവിറ്റേഷൻ കണ്ടപ്പോൾ ഞാൻ ആകെ എൻ്റെ സമനില തെറ്റിപ്പോയി. ആ ദേഷ്യത്തിൽ അവളെ ഫോണിൽ വിളിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ അവളെ കൊന്നിട്ടൊന്നുമില്ല സർ, കൊന്നിട്ടൊന്നുമില്ല സർ. ഇരിക്കൂ. വേണ്ട സാർ. ഇരിക്കൂ. നാളെ മണവാട്ടി എന്നെ കണ്ട പെണ്ണായിരുന്നു. ആൻസിയുടെ പാരൻസ്? അവരിപ്പോഴും ഓക്കെ ആയിട്ടില്ല സാർ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കൊന്നും അറിയില്ല സാർ. സാറേ, നമുക്ക് ആ ഡാനിയലിൽ ശരിക്കും ഒന്നുകൂടി ചോദ്യം ചെയ്താലോ? അല്ലെങ്കിൽ അവൻ വല്ല കൊട്ടേഷൻ കൊടുത്തതാണെങ്കിലോ? ഓ സാറേ, ഡാനിയൽ ആത്മഹത്യ ചെയ്തു. ഫ്ലാഷ് ന്യൂസ് വരുന്നു ടി വി. സർ? എടോ, നമ്മൾ ചോദ്യം ചെയ്ത് വിട്ട ഡാനിയലിൻ്റെ മരണത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ. സർ, എനിക്കും അത് ഫീൽ ചെയ്തിരുന്നു സർ. കാരണം സാറേ, ആ ഡാനിയലിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇവരെല്ലാം അടുത്ത സുഹൃത്തുക്കളാണെന്ന് മനസ്സിലായി. ഓ, അത് ശരി. അങ്ങനെയാണെങ്കിൽ അയാളുടെ മറ്റ് സുഹൃത്തുക്കളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ? സർ. പിന്നെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? സർ, കൂടാതെ മുൻപ് പൂമലയിൽ വെച്ചുണ്ടായ ഒരു ആക്സിഡൻറ്റ് കേസുണ്ട്. അതിന് ഈ കേസുമായിട്ട് ബന്ധമുണ്ടോയെന്നൊരു സംശയമുണ്ട്. ഓക്കെ, ഞാനത് അന്വേഷിക്കുന്നുണ്ട് സർ. എത്രയും പെട്ടെന്ന് ഈ ഇൻവെസ്റ്റിഗേഷൻ തീർക്കണം. ആ കേസിൻ്റെ പുറകെ തന്നെയുണ്ട് സർ. ഓക്കെ, ഡു ഇറ്റ് വെൽ. ശരി. ഡയാന, വിപിൻ, ആൻസി, ലിജി, ഡാനിയൽ. സർ, ഈ ഫോട്ടിൽ ഡയാന ഒഴിച്ച് ബാക്കി 4 പേരും മരണപ്പെട്ട് കഴിഞ്ഞു. ഈ ലിജിയുടെ ആക്സിഡന്റ് കേസ് എന്തായി? ലിജി അടിച്ച വാഹനം ഇതുവരെ ട്രേസ് ആയിട്ടില്ല സാർ. സാർ, മാത്രമല്ല ഗോവയിലെ വിപിൻ്റെ മരണം സംബന്ധിച്ച കേസും എങ്ങുമെത്താൻ നിൽക്കുകയാണ്. മോന് UK ഒരു ജോലി ശരിയായതായിരുന്നു. അതിൻ്റെ ആഘോഷത്തിന് വേണ്ടി ഗോവയിലേക്ക് ടൂറ് പോയി. മരിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് അവൻ വീഡിയോ കോൾ ചെയ്തിരുന്നു. അവൻ വളരെ ഹാപ്പി ആയിരുന്നു സാർ. ഞാൻ വിയൂർ SI ആണ് ബഷീർ. പറയൂ. സാർക്കൊന്ന് ഫോൺ കൊടുക്കൂ. ഓക്കെ സാർ, വിയൂർ സ്റ്റേഷനിലെ SI ബഷീറാണ്. സാർ, ആത്മഹത്യ ചെയ്ത ഡാനിയലിനെ എനിക്കറിയാം. ഒരു ആക്സിഡന്റ് കേസിൽ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിച്ചു വിളിക്കാം. എൻ്റെ മോൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഉറപ്പാണ്, ആത്മഹത്യ ചെയ്യില്ല. വിഷമിക്കാതിരിക്കൂ.
സാർ ഇവിടെ വെച്ചിട്ടാണ് 2 വർഷം മുമ്പ് ഐസക് ജോൺ എന്ന പയ്യൻ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടത്. അപ്പോൾ ഈ ഡാനിയലിൻ്റെ വാഹനം എങ്ങനെ ഈ കേസിലേക്ക് വന്നത്? സാർ ഞങ്ങൾ ഈ കേസിന്റെ ഭാഗമായിട്ട് അപ്പുറത്തെ ജംഗ്ഷനിലെ CCTV ഫൂട്ടേജ് മുഴുവൻ നോക്കിയിരുന്നു. അതിൽ ഈ ഡാനിയലിന്റെ വണ്ടി പതിഞ്ഞിട്ടുണ്ട്, ഫൂട്ടേജിൽ പതിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതിന്റെ ഭാഗമായി ഡാനിയലിനെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്തപ്പോൾ ഡാനിയൽ പറഞ്ഞത് അവന്റെ വണ്ടി തട്ടിയിട്ടില്ല എന്നാണ്. CCTV നോക്കുമ്പോൾ ഡാനിയലിന്റെ വണ്ടിയുടെ പുറകിലാണ് ഐസക് ജോണിന്റെ വാഹനം വരുന്നത്. ആക്സിഡന്റ് നടന്നിട്ടുള്ളത് ഐസക് ജോണിന്റെ ബൈക്കിന്റെ പുറകിൽ വാഹനം ഇടിച്ചിട്ടാണ്. അത് കാരണം കൊണ്ട് അതങ്ങനെ വിടുകയാണ് ചെയ്തത്. ഹലോ. ഓക്കെ സാർ, ഡയാന നാട്ടിലെത്തിയിട്ടുണ്ട്. ഗ്രേറ്റ്. ഡയാന, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ദുരൂഹ മരണങ്ങൾക്ക് പണ്ട് പൂമലയിൽ വെച്ചുണ്ടായൊരു വാഹനാപകടവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് തന്നെ പറയണം. എടോ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് താൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കില്ലറുടെ അടുത്ത ടാർഗറ്റ് താൻ മാത്രമായിരിക്കും. വി ആർ ഹിയർ ടു സേവ് യു. അതുകൊണ്ട് നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞേ മതിയാവും. ഞാൻ പറയാം സർ. ഞങ്ങളെല്ലാവരും PGക്ക് ഒന്നിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞപ്പോൾ പൂമലയിലേക്കൊരു ട്രിപ്പ് പോയതായിരുന്നു ഞങ്ങൾ. എല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു. ഡാനിയലിൻ്റെ കാറിലാണ് ഞങ്ങൾ പോയത്. ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എടാ, കുറെ നേരമായി ഒരു വായി നോക്കി നമ്മുടെ വണ്ടിയിൽ പിന്നാലെ വരുന്നു. ആരടാ? എന്റെ പൊന്ന് ഡാനി, അയാളെ ഒന്ന് കടത്തിവിട്. ഇവരെന്താ സൈഡ് ഒതുക്കുന്നു? കുറെ നേരായി പുല്ല്. ഇവരിട്ടൊരു പണി കൊടുത്താലോ? അവന്റെ ഒരു ഷോ ഒന്ന് പേടിപ്പിച്ചാലോ? എടാ, അയാൾക്ക് വല്ലതും പറ്റിയോ? നമുക്ക് അയാൾ ആശുപത്രിയിലാക്കാം. ലിജി അവരോടൊന്ന് പറയേ. എടാ വിപിൻ, എടാ പണി പാളിന്നാ തോന്നുന്നു. നമുക്ക് പോവാം. ഇവിടുന്ന് സംഭവിച്ചിട്ടില്ല, ഒന്നുമില്ല. വാ. ഇടി വേഗം കയറി പോവാം. ആരും ഇതിനെക്കുറിച്ച് ആരോടും പറയരുത്. പുറത്തിറങ്ങിയാൽ നമ്മുടെ ഫ്യൂച്ചർ കുളവാകും. പിറ്റേ ദിവസമാണ് സർ ഞാൻ അറിഞ്ഞത് അയാൾ ചോര വാർന്ന് മരിച്ച വിവരം.
ഫ്രാൻസിസ് ഏട്ടല്ലേ? സാറില്ലല്ലോ, എന്തൊക്കെ പോയിരിക്കുക? ഞങ്ങൾ പോലീസാണ്. ഐസക്കിൻ്റെ ആക്സിഡൻറ്റ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വന്നതാണ്. ഓ സാർ, അകത്തേക്ക് ഇരിക്കാം. ഈ ഫ്രാൻസിസ് എന്തിനാ ചെന്നൈക്ക് പോയത്? അറിയില്ല സാർ, ബിസിനസ് കാര്യത്തിന് പല സ്ഥലത്തേക്കും ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് സാർ. ഡോ താനാ ഫ്രാൻസിസ് നമ്പർ തന്നെ. 9846249949. ജസ്റ്റിൻ, സർ, ഓപ്പൺ ഇറ്റ്. ഫ്രാൻസിസിനെ വിളിച്ചിട്ട് കിട്ടിയോ? ആളുടെ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. അയാളുടെ നമ്പർ സൈബർ സെല്ലിന് കൊടുത്തേക്ക്. ഓക്കെ സാർ. സർ, നീ എന്തിനിത് ഒളിപ്പിച്ചു വെച്ചു? നീ പറഞ്ഞതെല്ലാം ഞങ്ങളങ്ങ് വിശ്വസിച്ചെന്ന് കരുതിയോ? നീയും മരണപ്പെട്ട ഐസക്ക് തമ്മിൽ മുടിഞ്ഞ പ്രേമല്ലായിരുന്നോ? ഈ കൊലപാതകങ്ങളിലെല്ലാം നിനക്ക് വ്യക്തമായ പങ്കുണ്ട്. ഞാൻ നിരപരാധിയാണ് സാർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഐസക്കിനെ മറക്കില്ല സാർ. ചെറുപ്പം മുതലുള്ള അടുപ്പ. ആ അടുപ്പം ഞങ്ങൾ വലുതായപ്പോ പിരിയാനാവാത്ത വിധം റിലേഷൻഷിപ്പിലേക്ക് മാറുമായിരുന്നു. പക്ഷേ ബന്ധം എൻ്റെ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും അറിയാതെ കണ്ടുമുട്ടിയിരുന്നത് ഐസക്കിന്റെ ആ പഴയ തറവാട്ടിലായിരുന്നു. ആ തറവാടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇടം. അന്ന് പൂമ്പലയിലേക്ക് പോകുന്നതിന് മുമ്പ് ഐസക്കിനെ ഞാൻ കണ്ടിരുന്നു. വന്നിട്ട് കുറെ നേരമായോ? ബോറടിച്ചോ? ഇല്ലടോ, ഇപ്പൊ എത്തിയുള്ളൂ. എവിടെ ബാക്കി ടീംസ് ഒക്കെ? അവരവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ, ഇത് കഴിഞ്ഞ് വിളിക്ക്, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കേടോ, ടേക്ക് കെയർ. വീട് കിടക്കുന്നത് എന്റെ ഐസക്കാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല സാർ. ഞാൻ അറിഞ്ഞിരുന്നില്ല. സർ, ഡാനിയലിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. അയാൾ ആത്മഹത്യ ചെയ്തതല്ല സർ. പിന്നെ അയാൾ ആരോ ചവിട്ടി താഴേക്കിട്ടതാണ്. ഡാനിയലിൻ്റെ ശരീരത്തിൽ ചവിട്ടേറ്റതിൻ്റെയും ബലപ്രയോഗം നടത്തിൻ്റെയും കൃത്യമായിട്ടുള്ള പാടുകളുണ്ട് സർ. തരൂ. സർ, മർഡേഴ്സ് നടന്ന 4 ലൊക്കേഷനിലും ഒരു നമ്പർ ആക്റ്റീവാണ്. അത് ഫ്രാൻസിസിന്റെ നമ്പറാണ്. ആ ആക്സിഡന്റ് കേസിൽ സേഫായിട്ടും 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ഐസക്കിന്റെ വീട്ടിൽ പോയത്? ഐസക്കിന്റെ മരണശേഷം ഞാൻ ആകെ ഡിപ്രഷനിലായി സർ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ചെന്നൈയിലുള്ള ചേച്ചിയുടെ വീട്ടിലാക്കി. പക്ഷെ ഐസക്കിന്റെ അപ്പനോട് നടന്നതെല്ലാം തുറന്നു പറയാതെ എനിക്ക് മനസമാധാനം കിട്ടില്ലെന്ന് ഉറപ്പായി. സാറേ, എൻ്റെ അനിയത്തിയുടെ ജീവിതം സാറിൻ്റെ കയ്യിലാണ്. അവളെ വെറുതെ വിടണം.
ഈ കേസിലെ പ്രതി അറസ്റ്റ് ചെയ്യുന്നതുവരെ നിങ്ങൾ ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഒരിടത്തേക്കും പോരുത്. ഇവർക്ക് ത്രെട്ടുണ്ട് സർ. സെക്യൂരിറ്റി എൻഷുർ ഉണ്ട്. യെസ് സർ. ഹലോ, ആ ഒരു മിനിറ്റ് സാർ. സാർ, മരണപ്പെട്ട വിപിൻ്റെ UK ഫ്രണ്ടാണ്, സാറിനോടൊന്ന് പറയാനുണ്ട്. സാർ, ഞാൻ മഹേഷാണ്, വിപിൻ്റെ സുഹൃത്ത്. ഞങ്ങൾ ഒരുമിച്ച് ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പോയതായിരുന്നു. അവിടുത്തെ റിസോർട്ടിൽ വെച്ചാണ് അത് സംഭവിച്ചത്. നിങ്ങൾക്ക് വെയിറ്ററെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? അയാളുടെ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. ഞാൻ കുറച്ച് ഫോട്ടോസ് വാട്സപ്പ് ചെയ്യാം, നിങ്ങളത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഷുവർ സാർ. അത് അയാൾക്ക് അയച്ചു കൊടുത്തേക്ക്. എൻ്റെ രാജകുമാരനായിരുന്നു ഐസക് മോൻ. എൻ്റെ വീട്ടിലെ ഏക പ്രതീക്ഷ. അവനെയാണ് സാർ അവർ ഒരു ദയവുമില്ലാതെ കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് സാറന്മാരെ അവരെ ഞാൻ തീർത്ത് കളഞ്ഞത്. ഒരു നുണയ്ക്ക് കുറച്ച് സമയത്തേക്ക് സത്യത്തെ മറയ്ക്കാൻ കഴിയും. എന്നാൽ സത്യത്തെ ഏറെക്കാലം നിങ്ങൾക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല. രാജകുമാരന്മാരുടെ അപ്പച്ച, അതൊരു പ്രാപഞ്ചിക നിയമമാണ്. സാറെന്താ ഉദ്ദേശിച്ചത്? മിസ്റ്റർ ഫ്രാൻസിസ്, നിങ്ങൾക്ക് ഐസക് അല്ലാതെ മറ്റൊരു മോൻ കൂടിയില്ലേ? നിങ്ങളുടെ രാജകുമാരൻ്റെ അനുജൻ ഫ്രെഡറിക് ജോൺ ഫ്രാൻസിസ്. ഞാനെന്തായാലും കേസിൻ്റെ പിന്നാലെയൊന്നും പോകുന്നില്ല. എല്ലാത്തിനും ദൈവം കണക്ക് ചോദിക്കും. കളി മതിയാക്കിക്കോ ഫ്രാൻസിസ്. നിങ്ങളുടെ മകൻ ഫെഡറിക്കിന്റെ ഫോട്ടോ വിപിന്റെ സുഹൃത്ത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തൻ്റെ പേരിലുള്ള സിമ്മും അവനാണ് ഉപയോഗിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലായി. അവൻ്റെ ഡ്രഗ് കേസുകളിൽ ജാമ്യമെടുക്കാനായിരുന്നു നിങ്ങളുടെ മിക്ക യാത്രകളും. അവൻ ഈ കൊലപാതകങ്ങൾ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവനെ രക്ഷിക്കാൻ നോക്കുന്നു. താൻ കുറ്റമേറ്റാൽ അവൻ രക്ഷപ്പെടുമെന്ന് കരുതിയോ? തൻ്റെ മോൻ ഫെഡറിക് ഞങ്ങളുടെ വലയിൽ വീണു ഫ്രാൻസിസേ. ഹലോ സാറേ, ഏട്ടാ ഞാൻ ഇവിടെ കാണാനില്ല.
ഡയാന എവിടെയാടാ? പറടാ. എവിടെയാടാ? അവളെ ഞാൻ ഐസക്കിന്റെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട് സാർ. അവളുടെ പ്രിയപ്പെട്ട സ്ഥലത്തേക്ക്. ഞങ്ങൾ ആരും അറിയാതെ കണ്ടുമുട്ടിയിരുന്നത് ഐസക്കിന്റെ ആ പഴയ തറവാട്ടിലായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇടം. മാറ്റി മാറ്റി. ഡയാന എണീക്ക്. സർ, ഡയാനയെ കണ്ടെത്തി. ഷീ ഈസ് അലൈവ്. ഗുഡ്. ആ കുട്ടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും.